കൊല്ലത്തുനിന്നുള്ള വാർത്തയാണ്. ഒരു കാലത്ത് ആളുകൾ രഹസ്യമായി ലഹരി ഉപയോഗിക്കുന്ന ഒത്തുചേർന്ന കേന്ദ്രമായിരുന്നു കൊല്ലം SN കോളേജിനടുത്തുള്ള മേൽപ്പാലത്തിന്റെ ചുവട്. ഇപ്പോൾ അത് സ്ഥിതി മാറി. കുട്ടികൾക്കും പ്രായമായവർക്കും സ്ത്രീകൾക്കും എല്ലാം വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനും വേണമെങ്കിൽ ചെസ്സും ഷട്ടിലും കളിക്കാനും എല്ലാം ഇവിടെ സൗകര്യമുണ്ട്. സാനിയ മനോമി, അർജുൻ കല്യാട്, ദിപിൻ മാനന്തവാടി ഇവരൊക്കെ അവിടെ നിൽക്കുകയാണ് കൊല്ലത്ത്. കൊല്ലം സമ്മേളന നഗരിയിൽ നിന്നുള്ള മറ്റൊരു പോസിറ്റീവ് വാർത്ത എന്നുള്ളതാണ്. സാനിയോ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സാനിയോ ഉണ്ട്, അർജുൻ കല്യാണുണ്ട്, ദിപിൻ മാനന്തവാടിയുണ്ട്. പോസിറ്റീവായൊരു എങ്ങനെയാണ് ഒരു ചെറിയ ഇടത്തെ ഒരു വളരെ ക്രിയാത്മകമായ ഒരു പൊതു ഇടമാക്കി ആ നാട്ടുകാർ മാറ്റിയത് എന്നുള്ളതിൻ്റെ തെളിവാണ്. അർജുൻ കല്യാൺ, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കൂ. എങ്ങനെയായിരുന്നു ആ സ്ഥലം, ഇപ്പോൾ എങ്ങനെയാണ് അവർ മാറ്റിയത്? അരുൺകുമാർ, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാഴ്ച മാത്രം മതി ഇതെങ്ങനെയാണ് ഇതിനെ ഫലപ്രദമായി ഈ കേന്ദ്രത്തെ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു ഇടമാക്കി മാറ്റിയതെന്ന് കാണിച്ചു നൽകാൻ വേണ്ടി. അതായത് ആദ്യഘട്ടത്തിൽ, അതായത് ഇതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ SN കോളേജിന് സമീപത്ത് കൂടെ കടന്നു പോകുന്ന ഈ പാലത്തിന് സമീപത്ത് ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ഒരു വിജനമായി കിടക്കുന്ന ഒരു ഭൂമിയുമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വളരെ മനോഹരമായ രീതിയിൽ ആളുകൾക്ക് വളരെ ഒരു മാനസികമായ ഒരു ഉല്ലാസം കിട്ടുന്ന രീതിയിലുള്ള കേന്ദ്രമായി മാറിയത്. സത്യത്തിൽ ലഹരിയെ പ്രതിരോധിക്കാൻ ഒരു ഫലപ്രദമായ ഒരു ബദൽ മാതൃക എന്ന രീതിയിൽ നാട്ടിലെല്ലാം സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു മാതൃകയാണല്ലേ ഇത്, സാനിയോ? അതെ, തീർച്ചയായും അങ്ങനെയാണ്. ഇത് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് PWD ആണ്. അങ്ങനെ PWDയുടെ ഭാഗമായി പിന്നീട് ടൂറിസം വകുപ്പാണ് പിന്നീട് ഈ പാലത്തെ ഇങ്ങനെ ജനകീയവൽക്കരിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് ഇവിടെ ഒരു ടൂറിസം ഹബ്ബും സ്പോട്ടും ഒക്കെ ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെസ്സും കുട്ടികളും വലിയവരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ അതുപോലെ ഷട്ടിൽ കോർട്ട് ഇതൊക്കെയുണ്ട്, കടകളുണ്ട്, ടോയ്ലറ്റുകളുണ്ട്. ഇതൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് ഈ പാലത്തെ വളരെയധികം ജനകീയമാക്കി മാറ്റിയിരിക്കുകയാണ്. ദിപിൻ, അതായത് ഇത്തരത്തിൽ ജനകീയമായി ഒരു ഇടത്തെ മാറ്റുമ്പോൾ അത് സ്വാഭാവികമായും ലഹരിയിലേക്ക് ആളുകൾ അടിപ്പെടുന്നതിന് ആ ഒരു കേന്ദ്രമായി മാറുന്നതിനുള്ള ഒരു തടസ്സം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ലേ? ഇതൊരു പോളിസിയുടെ ഭാഗം കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പൊതുയിടങ്ങളെ സാമൂഹിക കേന്ദ്ര ഇടപെടലുകൾക്കുള്ള സ്ഥലങ്ങളാക്കി മാറ്റണം എന്നുള്ളൊരു സർക്കാർ പോളിസിയുടെ ഭാഗമായിട്ടോടെ കൂടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഒത്തുചേരാനും ജനങ്ങളുമായിട്ട് ഇടപെടാനൊക്കെ ഉള്ളൊരു സംവിധാനവും സൗകര്യവും ഇങ്ങനെ ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി പേരൻസ് കുറച്ചുകൂടെ കൂടി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. സിദ്ധാർത്ഥ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? എങ്ങനെയുണ്ട്? സിദ്ധാർത്ഥ് നേരത്തെ ചെസ് നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നാട്ടിൽ വന്നപ്പോൾ സിദ്ധാർത്ഥിനെ പോലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി കളിക്കാനുള്ള ഇടങ്ങൾ കിട്ടിയല്ലേ? എങ്ങനെ ഇവിടെ വരുമ്പോൾ എന്താ തോന്നുന്നത്? എന്താ നല്ല ഒരു ഇതുണ്ട്, കാറ്റൊക്കെ കൊണ്ട് ഇവിടെ വലിയവരും പിള്ളേരായിട്ടൊക്കെ കളിച്ച് നല്ല ജയിക്കാനും നല്ലൊരു ചില്ല് മൂടാണല്ലേ? അടിപൊളിയാണ്. സാധാരണ ഈ ജില്ല് മൂഡ് എന്താ പറയുക, നമ്മൾ ഈ ജില്ല് മൂഡ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഈ എന്തെങ്കിലും തരത്തിലുള്ള മദ്യപിച്ചിട്ടൊക്കെ ഒന്ന് ജില്ല് മൂടാക്കുക അതൊക്കെ, പക്ഷെ ഇതല്ലാത്ത ഒരു വൈബ് മൂടാണ്. ഇവിടെ നല്ല കാറ്റും തണുപ്പും, ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരോടൊക്കെ ചോദിക്കാറില്ല, ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു രസമാണല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും? നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്, തണലുണ്ട്, കാറ്റുണ്ട്. ഇത് സംസ്ഥാനത്ത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലതായിരിക്കും. എല്ലാ യുവാക്കളെ ആകർഷിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ്. യുവാക്കൾക്ക് നല്ലതായിരിക്കും സംസ്ഥാനത്ത് മൊത്തം ഉണ്ടെങ്കിൽ. ഇവിടെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു സ്ഥലം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യുവാക്കളൊക്കെ ഇപ്പോൾ പ്രധാനമായി ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ, ഇവിടെ ചുറ്റുപാടത്തിരിക്കുന്നവരൊക്കെ നമ്മൾ നിരീക്ഷിച്ചപ്പോൾ അവരുടെ ലഹരി ഇവിടെ ഈ സർഗാത്മകമായിട്ടുള്ള ചെസ്സ് കളിയാണ്, ഷട്ടിൽ കളിയാണ്, ചില ആൾക്കാർ പാട്ട് പാടുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു പ്രേരണ കൂടിയാണല്ലോ ഇത്. നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വന്നിരുന്നാലും ഒരു സമാധാനത്തോടെ വന്നിരിക്കാം. വേറെ നേരത്തെ ഇവിടെ വരുമ്പോൾ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി, ലഹരിയിൽ നിന്നൊക്കെ മാറി ആൾക്കാരെല്ലാം, ചെറുപ്പക്കാരെല്ലാം വന്നിരിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഫാമിലി ആയിട്ട് പോലും ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. എന്താ ഇവിടെ വന്നിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ? പിള്ളേരും കൊണ്ട് വരണമെന്ന് തോന്നി, അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. ചെസ്സൊക്കെ കളിക്കാറുണ്ടോ? ഹലോ ഹലോ ഹായ്, എന്താ പേരെന്താ? ചെസ് കളിക്കാറുണ്ടോ? കൊല്ലം പൊളിയാണെന്ന് മനസ്സിലായില്ലേ? അർജുൻ കല്യാട്, ദിപിൻ, സാനിയോ മനോമി, ഒഴിഞ്ഞുകിടന്ന ഇടങ്ങൾ കൊല്ലംകാര് ചെസ് കളിക്കാൻ പറ്റിയ, ചെറുപ്പക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ല ഇടമാക്കി മാറ്റി.